ബി.ജെ.പി. കോൺഗ്രസ് ഒത്തുതീർപ്പ് രാഷ്ട്രീയവും ചർച്ചയാവുകയാണ് വയനാട് മണ്ഡലത്തിൽ. റോബർട്ട് വാദ്രയ്ക്ക് ബിസിനസ് പങ്കാളിത്തമുള്ള ഡി.എൽ.എഫ്. ബോണ്ട് കോഴ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും ഇടം പിടിക്കുകയാണ്. ബി.ജെ.പിയോട് നേരിട്ട് മത്സരിക്കാതെ വയനാട്ടിലേക്ക് രാഹുൽ എത്തിയത് അഴിമതി ഒത്തുതീർപ്പുകളുടെ ഫലമാണെന്നും ആരോപണമുയരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുടെ ഭൂമിയിടപാട് കേസിൽ നിന്ന് ഒഴിവാകാൻ ഡി.എൽ.എഫ്. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ബി.ജെ.പിക്ക് കൈമാറിയത് 170 കോടി രൂപ. പണമൊഴുകിയതോടെ ഹരിയാന സർക്കാർ ഒതുക്കിയ കേസുകൾ ഒന്നും രണ്ടുമല്ല. ബി.ജെ.പിയെ രാഷ്ട്രീയമായി ഉത്തരേന്ത്യയിൽ നേരിടേണ്ട രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതിനു പിന്നിൽ സുരക്ഷിത മണ്ഡലമെന്ന താൽപര്യം മാത്രമല്ലെന്നാണ് ചർച്ചകൾ. ബി.ജെ.പിക്ക് 7% വോട്ട് മാത്രമുള്ള വയനാട് മണ്ഡലത്തിൽ രാഹുൽ എത്തിയതിനു പിന്നാലെ ഇത്തവണ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി. കുടുംബത്തിലെ ഒത്തുതീർപ്പ് മറയ്ക്കാൻ നേരിട്ട് പോരാട്ടമെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് ഇതെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തലുകൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലൊരു ചരിത്രം കുറിക്കുന്ന തരത്തിലുള്ള റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വരാൻ വേണ്ടി പോകുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു ദേശീയ നേതാവിനെയും ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയും പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു മണ്ഡലമായി വയനാട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതാണ് യാഥാർത്ഥ്യം. റോബർട്ട് വദ്രയ്ക്ക് ബിസിനസ് പങ്കാളിത്തമുള്ള ഡി.എൽ.എഫിനെതിരെ ഹരിയാനയിലെ ബി.ജെ.പി. സർക്കാർ കേസെടുക്കുന്നത് 2018-ലാണ്. 2019 മുതൽ 2022 വരെ 6 ഘട്ടങ്ങളിൽ പിന്നീട് ഡി.എൽ.എഫ് നൽകിയത് 170 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടാണ്. 2023 എല്ലാ നടപടികളും ബി.ജെ.പി. സർക്കാർ അവസാനിപ്പിക്കുകയും ചെയ്തു. വൻ ഒത്തുതീർപ്പ് നടന്ന പ്രസ്തുത സംഭവങ്ങൾ നിലനിൽക്കെയാണ് രാഹുലിന്റെ ബി.ജെ.പിയെ നോവിക്കാത്ത വയനാട്ടിലേക്കുള്ള പിന്മാറ്റമെന്നതും ശ്രദ്ധേയം. റോബർട്ട് വധേരയുടെ ഡി.എൽ.എഫ് ഈ ബോണ്ട് ബി.ജെ.പിക്ക് ബോണ്ട് കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ ഇത് വളരെ കൃത്യമായി ഉത്തരേന്ത്യയിൽ ബി.ജെ.പിക്ക് യാതൊരു തരത്തിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ രാഹുൽ ഗാന്ധിയെ ദക്ഷിണേന്ത്യയിലേക്ക് പറഞ്ഞു വിടാനുള്ള തന്ത്രം റോബർട്ട് വധേര വഴിയാണ് ബി.ജെ.പി. ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇവിടെയുള്ള ജനത്തെ കബളിപ്പിക്കുക ചെയ്തത് പ്രധാനമന്ത്രി വയനാടുകാരൻ എന്ന രീതിയിലാണ് ഇവിടുത്തെ രാഹുൽ ഗാന്ധി ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. പക്ഷേ തീർത്തും അദ്ദേഹം പരാജയമാണ് ഇവിടെ. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ വെള്ളപൂശുന്നതിന് വേണ്ടി ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാര ഇതിൽ വ്യക്തമാണ്. തീർച്ചയായിട്ടും കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെയൊക്കെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലാണ് സുരേന്ദ്രനെ വയനാട് ജില്ലയിൽ രംഗത്തിറക്കിയിട്ടുള്ളത്. റോബർട്ട് വദ്രയ്ക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരായ ഇ.ഡി കേസുകളും ബോണ്ട് എത്തിയതോടെ നിലച്ചു. പ്രിയങ്കയുടെ ഭർത്താവിനെ രക്ഷിക്കാൻ നടത്തിയ ബോണ്ട് കോഴയ്ക്കും രാഹുലിന് ഇതോടെ വയനാട്ടിൽ മറുപടി പറയേണ്ടി വരും. കൈരളി ന്യൂസ്, വയനാട്.